Every time we come to the presence of God, God has something to speak to us. ഓരോ തവണയും നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നാളിതുവരെ പറഞ്ഞതിനേക്കാളും വ്യത്യസ്തമായ ഒരു ആലോചന ഓരോ തവണയും ദൈവത്തിന് നമ്മളോട് പറയുവാനുണ്ടായിരിക്കും. And this morning God has a special word to each and every one of us. ഇന്ന് പകൽക്കാലവും തിരുസന്നിധിയിലേക്ക് ആവലോടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പക്കൽ വ്യക്തമായ ആലോചനകളുണ്ട്. All these days we were meditating upon the life of Elijah. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചു വന്നിരുന്നത് ഏലിയാവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചായിരുന്നു. How God spoke to him and what was his response to the voice of God. എങ്ങനെയൊക്കെ ദൈവം ഏലിയാവിൻ്റെ ജീവിതത്തോട് ഇടപെട്ടുവെന്നും ആ ദൈവത്തിൻ്റെ ഇടപെടലുകളോട് എപ്രകാരമാണ് ഏലിയാവ് പ്രതികരിച്ചതെന്നും അതിൻ്റെ വ്യത്യസ്ത മാനങ്ങളെക്കുറിച്ച് നാം അല്പമായി ചിന്തിച്ചു. Every time he heard the voice of God, he was willing to obey the voice of God. ഏതു പ്രാവശ്യവും എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രവാചകനായ ഏലിയാവ് കേട്ടുവോ അപ്പോഴൊക്കെ അതിനോട് മറുത്തൊന്നും പറയാതെ അതിനനുസരിച്ച വ്യക്തിയായിരുന്നു ഏലിയാവ്. Some of the things what God spoke to him was not quite pleasing to him or quite easy to do. അതിൽ തന്നെ ദൈവത്തിൻ്റെ ചില ആലോചനകൾ, ചില അരുളപ്പാടുകൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു പച്ച മനുഷ്യൻ എന്ന നിലയ്ക്ക് ഏലിയാവിന് ഉൾക്കൊള്ളുവാനോ ഏലിയാവിന് സന്തോഷപ്രദമായ ഒന്നോ ആയിരുന്നില്ല. God is more interested in your fruitfulness than your happiness and well-being. ഒരു കാര്യം ഞാനിവിടെ വളരെ അടിവരയിട്ട് പറയുവാൻ താല്പര്യപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ നന്മയെക്കാളോ നിങ്ങളുടെ സന്തോഷത്തെക്കാളോ ഉപരിയായി ദൈവം ആഗ്രഹിക്കുന്നത് ഏതൊന്നിനു വേണ്ടിയിട്ടാണോ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആ മണ്ഡലത്തിൽ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് പ്രധാനം. Even as parents we are also like that. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മളും നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നതും അത് തന്നെയാണ്. We rather than the well-being and the happiness of the child, we want that child should be fruitful and effective in his life. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ എപ്പോഴും സന്തോഷത്തോടെ അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അവർ ആയിരിക്കുക എന്നതിനേക്കാൾ ഉപരിയായി എന്തൊന്നിനു വേണ്ടിയാണോ നമ്മൾ അവരെ വളർത്തുന്നത്, എന്തൊന്നാണോ നമ്മൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആ മണ്ഡലത്തിൽ അവർ തഴച്ചു വളരുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. Rather than their temporary happiness, we want them should be effective and fruitful in their life. അവരുടെ താൽക്കാലികമായ സന്തോഷത്തെക്കാൾ ഉപരിയായി സ്ഥായിയായി അവരിൽ നിന്നും ഫലം പുറപ്പെടുവിക്കേണ്ടതിനും ആ ഫലത്തിൽ അവർ നിലനിൽക്കേണ്ടതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. For example, ഉദാഹരണത്തിന് in our younger days, ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളുകളിൽ when we turned 5 years old, we never told our parents, why are you not taking me to school? കാരണം ഞങ്ങളുടെയൊക്കെ നാളുകളിൽ 5 വയസ്സായപ്പോൾ ഞങ്ങൾ ആരും മാതാപിതാക്കളോട് പറഞ്ഞില്ല 5 വയസ്സായി കേട്ടോ എന്തേ സ്കൂളിലേക്ക് കൊണ്ടുപോകാത്തതെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. Even without our permission and consent, they took us to the school. കാരണം പ്രായം 5 ആയി എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ സമ്മതം കൂടാതെ തന്നെ അവർ ഞങ്ങളെ സ്കൂളിൽ ചേർത്തു. In our younger days there was no nursery and LKG, just enter to grade 1. ഇന്ന് കാണുന്നത് പോലെ LKGയോ UKGയോ പ്രീ KGയോ ഒന്നും ഇല്ലാത്തൊരു കാലത്തായിരുന്നു. പ്രായം തികഞ്ഞാൽ നേരെ കൊണ്ടുപോയി സ്കൂളിലിരുത്തും. We were not happy to be in the school all the time. കാരണം ഭവനത്തിന്റെ ആ അന്തരീക്ഷത്തിൽ നിന്ന് സ്കൂളിലേക്ക് പോകുക എന്നുള്ളത് ഒരു കുഞ്ഞിനും സന്തോഷമുള്ള ഒന്നായിരുന്നില്ല. We were happy to be at home and eat and to play at home. കാരണം വീട്ടിലായിരുന്നു ഉള്ളത് കഴിച്ചുകൊണ്ട് അവിടെ തന്നെ ചടഞ്ഞുകൂടിയിരിക്കാനായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടം. Play around and spend our time over at home. കാരണം അവിടെ തന്നെ തിരിഞ്ഞു മറിഞ്ഞ് ആ വീടിനുള്ളിൽ തന്നെ സമയം ചെലവഴിക്കുവാൻ. But our parents were more concerned about our future rather than our temporary happiness at that time. പക്ഷേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഏതൊരു മാതാപിതാക്കളെയും പോലെ തന്നെ താൽക്കാലികമായുള്ള ഞങ്ങളുടെ സുഖത്തെക്കാൾ ഉപരിയായി ഞങ്ങളുടെ ഭാവിയിൽ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളിലായിരുന്നു അവർ ശ്രദ്ധിച്ചിരുന്നത്. If you look into the first day of the schools, I think that there will be a lot of crying. The kids who are not, they cry like anything to be in the school. നിങ്ങൾക്കറിയാമല്ലോ, സ്കൂൾ പ്രവേശനോത്സവത്തിൽ നിങ്ങൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പൊട്ടിക്കരച്ചിലാണ്.
കുട്ടികൾ അലമുറയിട്ട് കരയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. What does this show to us? ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് അറിയാം. Parents are more interested in the fruitfulness of their child rather than the temporary comfort and happiness of that child. ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരു സനാതനമായൊരു സത്യമുണ്ട്. കുഞ്ഞുങ്ങളുടെ താൽക്കാലികമായ ശാന്തിക്കോ സമാധാനത്തിനോ സന്തോഷത്തിനോ വേണ്ടിയിട്ടല്ല ഉത്തരവാദിത്തമുള്ള ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നത്, മറിച്ച് പിന്നത്തേതിൽ അവന് വന്നു ചേരുവാനുള്ള നന്മയെയും സ്ഥായിയായി നിലനിൽക്കുന്ന പ്രയോജനത്തെയുമാണ് അവർ ഓർക്കുന്നത്. This reflects the character of our God. ഇത് സ്വർഗസ്ഥനായ നമ്മുടെ ദൈവത്തിന്റെ ഒരു സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. God is interested in our fruitfulness rather than our happiness. ദൈവം നമ്മുടെ അല്പനേരത്തേക്കുള്ള സന്തോഷത്തെക്കാൾ ഉപരിയായി ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സ്ഥിരമായി നിൽക്കുന്ന ആ ഒരു പ്രയോജനത്തെയാണ്. So that's why God asks us to go to Kerith and from Kerith to Zarephath. അതുകൊണ്ടാണ് ദൈവം പ്രവാചകനോട് ഒരിക്കൽ പറഞ്ഞു കെരീത്തിൽ പോയി മറഞ്ഞിരിക്കാൻ, അതിനുശേഷം പറഞ്ഞു സരഫാത്തിലോട്ട് പോകുവാൻ. So we were learning about why this changes happens into our life. നമ്മൾ ഈ നാളുകളിലൊക്കെ ചിന്തയ്ക്ക് വിധേയമാക്കിയത് എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറിയും കുറഞ്ഞുമൊക്കെ മാറ്റങ്ങൾ ദൈവം അനുവദിക്കുന്നത്. And we learned last Friday, we learned that God takes us from Kerith to Zarephath so that we can exercise the power and the authority that God has given to us. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ദൈവം നമ്മെ നമ്മുടെ ജീവിതത്തിൻ്റെ കെരീത്തുകളിൽ നിന്നും പറഞ്ഞുവിടുന്ന സരാഫാത്തിലേക്ക് പോകുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവം എന്തൊക്കെ കൃപാവരങ്ങൾ നമ്മിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അതിൻ്റെ ആഴത്തിലും പരപ്പിലും വിസ്തൃതിയിലും നമ്മൾ എടുത്ത് വ്യാപാരം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാണ്. This morning I would like to go to the next point and teach you the next thing. ഇന്ന് പകൽക്കാലം ഞാൻ മറ്റൊരു വശത്തേക്ക് പോയി വേറൊരു വിഷയം, വേറൊരു കാര്യം ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. Why God asked me to move from Kerith to Zarephath? എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് കെരീത്തിൽ നിന്നും സാരാഫാത്തിലോട്ട് പോകുവാൻ പറയുന്നത്? When God asks us to do that, sometimes we will ask God like this. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ഏറെക്കുറെ ഒത്തൊരുമിച്ച് നിന്നു എന്ന് കരുതുന്ന കെരീത്തിൽ നിന്നും സാരാഫാത്തിലോട്ട് പോകാൻ പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. Lord, I'm happy over here. I have never complained of this thing. Then why do you want to change me, relocate me? കർത്താവേ, ഇവിടുത്തെ ഈ പരിമിതമായ സാഹചര്യങ്ങളിൽ എനിക്കൊരു പരാതിയുമില്ല, അപ്പം ഞാനിവിടെ സന്തുഷ്ടനാണ്, എന്നിട്ടും എന്തേ എന്നെ ഇവിടെ നിന്നും പറിച്ച് എനിക്ക് പരിചയമില്ലാത്തൊരിടത്തേക്ക് എന്നെ നടുന്നത്? Some people think that God brings changes into our life because he is punishing us. പലപ്പോഴും പലരുടെയും ചിന്ത എന്ന് പറയുന്നത് നമുക്കിഷ്ടമല്ലാത്തൊരു മാറ്റങ്ങൾ ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്നത് നമ്മളോടുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ് അതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. Then we will start asking God, did I do anything wrong at Kerith? Why do you want to change me from here? അങ്ങനെ ഒരു ബോധ്യം നയിക്കുന്നവർ ദൈവത്തോട് പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ, ഞാൻ എന്താണ് അങ്ങേക്ക് ഹിതകരമല്ലാത്തത് ഈ കെരീത്തിൽ ചെയ്തത്? For example, if I will ask any of the pastors, okay, you are going to be transferred from here, they will ask, did I do something wrong? Why you change me from here? ഉദാഹരണത്തിന് ഇവിടെ ശുശ്രൂഷിക്കുന്ന നമ്മുടെ ദൈവദാസന്മാരിൽ ആരോടെങ്കിലും ഞാൻ ഇനി നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ഇനിയുള്ള നാളുകൾ ശുശ്രൂഷിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ എന്തെങ്കിലും പാകപ്പിഴകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? Didn't I do properly over here? ഇവിടെ ഞാൻ വേണ്ടുവണ്ണം പ്രവർത്തിക്കേണ്ടുവണ്ണം അല്ലേ ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നത്? Is this a punishment transfer? ഇത് ഒരു ശിക്ഷാ നടപടിയുടെ ഭാഗമാണോ? We ask these questions to God. സ്വാഭാവികമായും മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. But what was the purpose behind it? പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? God wants your life be more fruitful. ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഇന്നുള്ളതിനേക്കാളും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അവസ്ഥയിലായി തീരുവാനാണ് ആഗ്രഹിക്കുന്നത്. God wants your ministry should be fruitful. വിശ്വസ്തരെന്നെണ്ണി ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ കുറെ കൂടി അതിൽ നിന്നും ഫലം പുറപ്പെടുവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. All these days that God was preparing you at Kerith, ഈ നാളുകളിലെല്ലാം അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കി അഭ്യസിപ്പിച്ചെടുക്കുകയായിരുന്നു. God was teaching you how much he cares for you. ഈ സാഹചര്യങ്ങളിൽ എത്രത്തോളം ഞാൻ നിന്നെ കരുതുന്നുണ്ട് എന്ന് വ്യക്തിപരമായി ദൈവം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയായിരുന്നു. God was teaching us how supernaturally he can meet our
our needs. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അമാനുഷികമായ വിധത്തിൽ ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ ഉദിക്കാത്ത വിധത്തിൽ എത്രത്തോളം വിജയകരമായി നമ്മളെ സന്ധിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. God was teaching us, how can I protect you? എത്രത്തോളം അളവിൽ നിന്നെ കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ ശക്തനാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. God was showing him the supernatural provisions of God. ദൈവത്തിന്റെ അമാനുഷികമായ കരുതലിന്റെ ആഴത്തെക്കുറിച്ച് ദൈവം നമ്മെ ഇരുത്തി പഠിപ്പിക്കുകയായിരുന്നു. And God was teaching him how temporary are the natural things. മാത്രമല്ല അതിനോടുള്ള ബന്ധത്തിൽ ദൈവം പ്രവാചകനെ ഒരു കാര്യം പഠിപ്പിച്ചു. നീ ആശ്രയിച്ചു നിൽക്കുന്ന ഈ പ്രകൃതിയിലെ കാര്യങ്ങൾ എത്രത്തോളം താൽക്കാലികമാണ് എന്നതും. So after mending and molding prophet Elijah, ഏലിയാവിന്റെ അവന്റെ വിരലുകളെയും അവന്റെ കൈകളെയും യുദ്ധത്തിനായി അഭ്യസിപ്പിച്ചെടുത്തതിന് ശേഷം, after molding him properly in faith, വിശ്വാസത്തിൽ വേണ്ടും വണ്ണം അവനെ വാർത്തെടുത്തതിന് ശേഷം, God taught him how to hear from God. ദൈവം അവനെ ഒരു കാര്യം പഠിപ്പിച്ചു, ദൈവത്തിൽ നിന്നും എങ്ങനെയാണ് കേൾക്കേണ്ടത് എന്നത്. God taught him how to obey God blindly. ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടുന്ന വിധം എങ്ങനെയാണെന്ന് ദൈവം ഏലിയാവിനെ പഠിപ്പിച്ചു. After equipping him as a man after God's own heart, ദൈവത്തിന്റെ ഹിതപ്രകാരം ചെയ്യുവാനായി സ്വയം വിധേയപ്പെടുത്തിയ ഒരു മനുഷ്യനായി അവനെ വാർത്തെടുത്തതിന് ശേഷം, after preparing him as a man who will do the purpose of God, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ നിറപടിയായി ചെയ്തെടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരു ദൈവ പുരുഷനായി ദൈവം ഏലിയാവിനെ മെനഞ്ഞതിന് ശേഷം, God is sending him to Zarephath. അതിനുശേഷമാണ് ദൈവം അവനെ സാരാഫാത്തിലോട്ട് പറഞ്ഞു വിടുന്നത്. Let me tell you something this morning. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. Without preparing you, God will not send you into the battlefield. നിന്നെ ഒരുക്കാതെ ഒരിക്കലും യുദ്ധക്കളത്തിലേക്ക് ദൈവം പറഞ്ഞു വിടുകയില്ല. Without equipping you, God will not send you to the battlefield. നിന്നെ തയ്യാറെടുപ്പിക്കാതെ യുദ്ധക്കളത്തിലേക്ക് ദൈവം പറഞ്ഞു വിടുകയില്ല. Every soldier before he was sent into the battlefield had a rigorous training in his life. ഏതൊരു പടയാളിയും യുദ്ധമുഖത്തേക്ക് പോകുന്നതിന് മുൻപേ കൃത്യമായ കർശനമായ അച്ചടക്കത്തിലൂടെയും പരിശീലനത്തിലൂടെയും അവനെ കടത്തിവിട്ടിരിക്കും. Without training and equipping, he will never send anybody into the battlefield. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം പ്രിയ ദൈവപൈതലേ, നിന്നെ ഒരുക്കിയെടുക്കാതെ നിന്റെ വേണ്ടും വണ്ണം മെനഞ്ഞെടുക്കാതെ ജീവിതത്തിന്റെ പോർമുഖങ്ങളിലേക്ക് ദൈവം പറഞ്ഞു വിടില്ല. Elijah was prepared and equipped at Kerith. കെരീത്തിൽ വെച്ച് ദൈവം ഏലിയാവിനെ അടിസ്ഥാനമിട്ട് പണിതെടുത്തു. And now God is sending him to Zarephath. അതിനുശേഷമാണ് ദൈവം ഏലിയാവിനെ സാരാഫാത്തിലോട്ട് വിടുന്നത്. Dear brother and dear sister, പ്രിയ സഹോദര സഹോദരി, if a change comes into your life, നിനച്ചിരിക്കാത്ത നാഴികയിൽ ഒരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, if God asks you to go to Zarephath, ദൈവം നിന്നോട് നിനക്ക് പരിചയമില്ലാത്ത സാരാഫാത്തിലോട്ട് പോകുവാൻ പറയുമ്പോൾ, don't fight with him. ഒരിക്കലും ദൈവവുമായി ഒരു മൽപ്പിടുത്തം നടത്തരുത്. Don't argue with him. ഒരിക്കലും ദൈവത്തോട് പ്രതിവാദം ചെയ്യരുത്. You are the right person whom God can send into that place. ആ ഒരിടത്തേക്ക് പോകുവാൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്നെ കവിഞ്ഞൊരു വ്യക്തി വേറെയില്ല. You are the right person who can handle that situation. ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുവാൻ നിന്നേക്കാൾ നിപുണനായി ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറ്റൊരാളില്ല. You are the only person who can do the will of God in that place. ആ ഒരു സ്ഥലത്ത് ദൈവഹിതം സമ്പൂർണ്ണമായി നടത്തിയെടുക്കുവാൻ ദൈവം കണ്ടിരിക്കുന്നത് നിന്നെയാണ്. So this morning the Holy Spirit is speaking to you. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വളരെ തെളിവായി സംസാരിക്കുന്നു. When God says something to you, നിന്നോട് എന്തെങ്കിലും ദൈവം പറയുമ്പോൾ, God say yes to the Lord. അതിനോട് ഉവ്വ് കർത്താവേ അടിയനിതാ എന്നാണ് And പറയേണ്ടത്. Elijah said yes to the voice of God. ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് ദൈവത്തിന്റെ അരുളപ്പാടുകളോട് അനുസരണം കൊണ്ട് മറുപടി പറഞ്ഞു. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. If you study the whole passages, ആ മുഴു തിരുവെഴുത്തുകളും നിങ്ങൾ സമഗ്രമായി പഠിച്ചു കഴിഞ്ഞാൽ you can see different people and different things over here. അവിടെ വ്യത്യസ്തമായ വ്യക്തികളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയും. This morning I would like to bring 4 people before you, or 4 things before you for your study. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പഠന സൗകര്യത്തിന് വേണ്ടി ഞാൻ 4 വ്യക്തികളെയും 4 സംഭവങ്ങളെയും നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാൻ The താല്പര്യപ്പെടുകയാണ്. title of my message today is ഇന്നത്തെ എന്റെ പ്രസംഗത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് Serving the Purpose of God in Your Generation. നിങ്ങളുടെ തലമുറയിൽ
ദൈവത്തിന്റെ ഉദ്ദേശത്തിന് ശുശ്രൂഷ ചെയ്യുക. Serving the purpose of God in your generation. നിങ്ങളുടെ തലമുറയിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് ശുശ്രൂഷ ചെയ്യുക. Elijah was the man in his generation who served the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശത്തെ തന്റെ തലമുറയിൽ, ദൈവത്തിന്റെ ആലോചനയെ തന്റെ തലമുറയിൽ ശുശ്രൂഷിച്ച വ്യക്തിയായിരുന്നു ഏലിയാവ്. God needed a man like Elijah to prove the existence of God and train a new generation to carry on the mission that he started through Elijah. ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യം ഏലിയാവിനെ പോലെ ദൈവമുണ്ട് എന്ന് തികവോടെ തിറമോടെ വിളിച്ചു പറയുന്ന, തനിക്ക് ശേഷം താൻ വിശ്വസിച്ച ഈ വിശ്വാസ പ്രമാണത്തെ മറ്റൊരു തലമുറയ്ക്ക് കൈമാറുവാൻ തക്കവണ്ണം ആത്മീകമായി കരുത്തുള്ള ഒരു കൂട്ടം ആളുകളെയാണ് ദൈവത്തിന് ആവശ്യം. The twofold purpose of the mission of the ministry of Elijah are ഏലിയാവിനുണ്ടായിരുന്ന ശുശ്രൂഷയുടെ രണ്ട് മുഖങ്ങൾ എന്ന് പറയുന്നത്, number one, അതിലൊന്നാമത്തേത് prove the existence of God or prove Jehovah is the true living God. ദൈവമുണ്ട് എന്ന് ഉറപ്പിച്ച് വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ദൈവം യഹോവയാം ദൈവം മാത്രമാണ് സത്യദൈവം എന്ന് വിളിച്ചു പറയുക. People who lived in the time of Elijah, ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ were idolaters. അവർ ഭൂരിഭാഗം ആളുകളും ബഹുദൈവ വിഗ്രഹാരാധികളായിരുന്നു. They served different gods. അവർ വ്യത്യസ്തങ്ങളായ ദൈവങ്ങളെ ആരാധിച്ചവരായിരുന്നു. They didn't know who is the true living God. ഈ വലിയ ദൈവങ്ങളുടെ ആൾപ്പെരുപ്പത്തിനിടയിൽ ഏതാണ് സത്യദൈവം എന്ന് അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. Even the people of God who's called Israel, they also sinned and went back against the plan and purpose of God and true living God. എന്തിനധികം ഈ ഭൂമിയിൽ തന്റെ സമ്പത്തായിരിക്കേണ്ടതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ പോലും ബഹുദൈവാരാധകരും സത്യദൈവമായ യഹോവയിൽ നിന്നും അകലം വിട്ട് നടന്നിരുന്നവരും ഉണ്ടായിരുന്നു. So God needed a prophet to call his people back to him. അതുകൊണ്ട് തന്നെ തന്റെ ജനത്തെ തന്നിലേക്ക് മടക്കി നടത്തേണ്ടതിന് വേണ്ടി തന്റെ വായായിരിക്കുവാൻ ഒരു പ്രവാചകനെ ദൈവത്തിന് ആവശ്യമായിരുന്നു. This generation need a man of God. ഈ തലമുറയ്ക്കും ആവശ്യമായിട്ടുള്ളത് ദൈവത്തിങ്കിലേക്ക് മടക്കി നടത്തുവാൻ പ്രാപ്തരായ ദൈവപുരുഷനെയാണ്. People are confused about God. വിവിധങ്ങളായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് ആരാണ് ഏതാണ് സത്യദൈവമെന്ന് ജനം തിരിച്ചറിയാൻ പാടുപെടുന്നു. Human beings wanted to show themselves they are God and they do so many tricks. ഒരുപാട് മനുഷ്യ ദൈവങ്ങൾ അരങ്ങ് തകർത്ത് വാഴുന്നൊരു കാലഘട്ടമാണ്. പലതും പല ചെപ്പടി വിദ്യകളും നടത്തി തങ്ങളാണ് ദൈവമെന്നും തങ്ങളിലാണ് ദൈവശക്തിയുള്ളത് എന്നും അനേകർ പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടം. So in this generation, അതുകൊണ്ട് ഈ ഒരു തലമുറയിൽ God needs a man to call forth his people back to living God. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മടക്കി നടത്തുന്ന ഒരു തലമുറയെ തന്നിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം ആത്മീകമായി കരുത്തുള്ള ഒരു ദൈവ പുരുഷനെയാണ് ദൈവം നോക്കുന്നത്. The second phase of the ministry of Elijah was ഏലിയാവിന്റെ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത്, train a generation who can walk in the ways of the Lord and live in the power of God. ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന ദൈവശക്തിയിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു ഏലിയാവിന്റെ ശുശ്രൂഷയുടെ രണ്ടാം തലം. And Elijah was faithful in doing both. ഈ പറയുന്ന രണ്ടിലും അണുവിട പോലും അവിശ്വസ്തത കാണിക്കാതെ പൂർണ്ണമായും വിശ്വസ്തനായിരുന്നു ഏലിയാവ്. And Elijah has got almost 100 disciples with him. തന്റെ വിശ്വസ്തതയുടെ അടയാളം എന്ന വണ്ണം 100ഓളം ശിഷ്യന്മാർ വിവിധ ഇടങ്ങളിലായി ദേശത്തുണ്ടായിരുന്നു ഏലിയാവിന്. And the Bible says he had almost 100 prophets with him. തിരുവെഴുത്ത് തന്നെ അതിന് സാക്ഷ്യം പറയുന്നു, 100ഓളം ശിഷ്യന്മാർ പ്രവാചകനായ ഏലിയാവിനുണ്ടായിരുന്നു എന്ന്. And if you study the word of God, നിങ്ങൾ തിരുവെഴുത്ത് വളരെ ഗൗരവമായി പഠിച്ചാൽ, okay, it is true that the God not only provided to Elijah, God also provided the needs of the 100 disciples or 100 prophets under him. വേദപുസ്തകം വളരെ അടുത്ത് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആലോചനയോട് മറുപടി പറഞ്ഞ ഏലിയാവിനെ മാത്രമല്ല ദൈവം പോഷിപ്പിച്ചത്, മറിച്ച് ഏലിയാവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചവരെയും ദൈവം അവിടങ്ങളിലായിരുന്നു പോഷിപ്പിക്കുക തന്നെ ചെയ്തു. The method that God used to meet the needs of the prophet was a raven and a widow, but God used another man to meet the needs of the 100 prophets working with the prophet Elijah. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്,
ഏലിയാവിനെ ദൈവം പോഷിപ്പിക്കുവാനായി ദൈവം ഉപയോഗിച്ച മുഖാന്തരം എന്ന് പറയുന്നത് കാക്കയെ ആയിരുന്നു, വിധവയെ ആയിരുന്നുവെങ്കിൽ മറ്റുള്ള 100 ശിഷ്യന്മാരെ പോഷിപ്പിക്കേണ്ടതിനും നിലനിർത്തേണ്ടതിനും വേണ്ടി ദൈവം മറ്റു വ്യക്തികളെയാണ് ഉപയോഗിച്ചത്. And I would like to tell something from this passage. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിന് ഉണർത്തുവാൻ The ആഗ്രഹിക്കുന്നു. 100 prophets with Elijah were not so much powerful, or they are not, their names are not even mentioned in the Bible. ഏലിയാവിനോട് കൂടെ ഉണ്ടായിരുന്ന 100 ശിഷ്യന്മാരെന്ന് പറയുന്നത് ഏലിയാവിനോളം തന്നെ തലയെടുപ്പുള്ളവരോ ഗരിമയുള്ളവരോ പ്രശസ്തരൊന്നും ആയിരുന്നില്ല. But let me tell you something. പക്ഷേ ഇവിടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. Because you obeyed the call of God, ദൈവത്തിന്റെ വിളിയെ നീ അനുസരിച്ചു എന്നുള്ളത് കൊണ്ട്, whether you are numbered with the great numbers or not, അനേകരുടെ കൂട്ടത്തിൽ പ്രശസ്തരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണപ്പെട്ടാലും ഇല്ലെങ്കിലും God will meet your need also. ദൈവം നിന്റെ ആവശ്യങ്ങളോടും കൂട്ടായ്മ കാണിക്കും. You may be a least among the prophets, ഒരുപക്ഷെ പ്രവാചകഗണത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കാം നീ. God knows your need. പക്ഷെ ദൈവത്തോട് നീ അനുസരണം കാണിച്ചു എന്നതുകൊണ്ട് ദൈവം നിന്നെ ആദരിക്കും. He will care for you. നിനക്ക് വേണ്ടി ദൈവം കരുതും. As God provided a raven to meet the needs of prophet, പ്രവാചകന്റെ ആവശ്യത്തെ സന്ധിക്കുവാൻ ദൈവം ഒരു കാക്കയെ അയച്ചതുപോലെ God provided another man to meet the needs of the prophets. പ്രവാചകന്മാരുടെ തന്റെ ശിഷ്യഗണത്തിന്റെ ആവശ്യങ്ങളോട് കൂട്ടായ്മ പുലർത്തുവാൻ ദൈവം ആളുകളെ അവിടവിടങ്ങളിലായി എഴുന്നേൽപ്പിക്കും. Let me tell you something. ഒരു കാര്യം ഞാൻ കൃത്യമായി He പറയട്ടെ. will never leave you nor forsake you. ഒരു നാളും നിങ്ങളെ അവിടുന്ന് കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. He will never forget you. ഒരിക്കലും നിങ്ങളെ മറന്നു കളയുകയില്ല. He will never leave you as an orphan. ഒരു അനാഥരായി ഈ ലോകത്തിൽ ദൈവം നിങ്ങളെ കൈവിടില്ല. God has already prepared somebody to take care of you. നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ പുലർത്തേണ്ടതിന് വേണ്ടി നീ അറിയാത്ത ചിലരെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കും. If you are serving the purpose of God, നീ പരമാർത്ഥതയോടെ നിന്റെ ജീവിതത്തിലുള്ള ദൈവവിളിയെ നീ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ God will make someone to serve you. നിശ്ചയമായും ദൈവം വിശ്വസ്തനെന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ചിലരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കും. God will raise someone for you. നിനക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. Dear child of God, പ്രിയ ദൈവ പൈതലേ, focus on serving God. ദൈവത്തെ സേവിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. Seek ye first the kingdom of God. ദൈവരാജ്യം മുന്നമേ അന്വേഷിക്കുക. Seek ye for the voice of God. ദൈവശബ്ദത്തിന് ആദ്യമായി പ്രാമുഖ്യം കൊടുക്കുക. Elijah served the purpose of God in his generation. തന്റെ തലമുറയിൽ തന്റെ ജീവിതത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ പൂർണ്ണമായി നിവർത്തിച്ചെടുത്ത മനുഷ്യനായിരുന്നു ഏലിയാവ്. When Elijah decided to serve the purpose of God, തന്റെ ജീവിതം കൊണ്ട് തന്റെ ജീവിതത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ ശുശ്രൂഷിക്കുവാൻ മനസ്സുവെച്ചവനായിരുന്നു ഏലിയാവ്. God raised a raven to serve the man who is serving the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശത്തെ പൂർണ്ണമായി സേവിക്കുവാനായി, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനായി കച്ചകെട്ടി ഇറങ്ങിയ ഏലിയാവിനെ പുലർത്തേണ്ടതിന് പോറ്റേണ്ടതിന് വേണ്ടി ദൈവം കാക്കകളെ പറഞ്ഞു വിട്ടു. This morning let me tell you something. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. Those ravens have something to tell to this generation. ആ കടന്നു വന്ന കാക്കകൾക്ക് വാക്കും ഭാഷണവും കൂടാതെ ഇന്നത്തെ തലമുറയോട് ചിലത് സംസാരിക്കുവാനുണ്ട്. We served the purpose of God in our generation. ഞങ്ങളുടെ തലമുറയിൽ ദൈവം ഞങ്ങളോട് പറഞ്ഞത് നിവർത്തിക്കുവാനാണ് ഞങ്ങൾ ഇവിടേക്ക് പറന്നു വന്നിരിക്കുന്നത്. Oh, I am glad that I could be a raven in this generation. ഈ തലമുറയിൽ ദൈവോദ്ദേശത്തെ നിവർത്തിക്കുന്ന ഒരു കാക്കയായി തീരുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. A least neglected bird in the community. പക്ഷി സമൂഹത്തിൽ ഏറ്റവും നികൃഷ്ടമെന്നെണ്ണി പുറത്താക്കപ്പെടുന്ന പുറകുവശത്തിരുത്തുന്ന ഒരു ജീവി. I have never seen anybody taking ravens as their pet. ഒരിക്കലും ഞാൻ ആരെയും ഈ ആയുസ്സിനിടയിൽ കണ്ടിട്ടില്ല മറ്റു പക്ഷികളെ വളർത്തുന്നത് പോലെ അരുമയോടെ കാക്കയെ താലോലിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. So neglected. അങ്ങേയറ്റം തള്ളപ്പെട്ട ഒരു ജീവി. But let me tell you something. പക്ഷെ എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. Even that bird has a purpose to fulfill in his generation. ആ ഒരു പക്ഷിക്ക് പോലും തന്റെ കൊച്ചായുസിൽ തന്റെ ജീവിതത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിവർത്തിക്കേണ്ടുന്ന ഒരു ഘടകമുണ്ടായിരുന്നു. What a great privilege to serve a great man of God. ഒരു ദൈവപുരുഷനെ, അതും ദൈവത്തിന് വേണ്ടി നിവരെ നിന്ന ഒരു ദൈവപുരുഷനെ തന്റെ കൊച്ചായുസിൽ സേവിക്കുവാൻ കിട്ടിയ അവസരം എത്ര വലിയതാണെന്നാണ് കാക്കകൾ കരുതിയത്. Let me tell you something, dear brother and dear sister.
പ്രിയ സഹോദര സഹോദരി, ഒരു കാര്യം ഞാൻ പറയട്ടെ. You may be so neglected in the church. ഒരു പക്ഷേ നീ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന സഭയിൽ നീ അങ്ങേയറ്റം പിന്നാമ്പുറക്കാരനായിരിക്കാം. You may be unnoticed in your fellowship. നിന്റെ കൂട്ടായ്മയിൽ ആരും തന്നെ നിന്നെ ഗൗനിക്കുന്നില്ലായിരിക്കാം. You may be unnoticed in your family. നിന്റെ കുടുംബത്തിൽ പോലും വേണ്ടത്ര ശ്രദ്ധ കിട്ടാത്ത വ്യക്തിയായിരിക്കാം. You may be like a raven in the community. ഒരു പക്ഷേ സമൂഹത്തിൽ നികൃഷ്ടമെന്നെണ്ണിയ ഒരു കാക്കയ്ക്ക് തുല്യമായിരിക്കാം നീ. But let me tell you something this morning. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ തിരുവെഴുത്തിൽ നിന്ന് ഒരു കാര്യം നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. Even you have a mission to accomplish. അങ്ങനെയുണ്ട് എന്ന് തോന്നുന്ന നിനക്ക് പോലും നിന്റെ ആയുസ്സിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ ഒരു ദൗത്യമുണ്ട്. What a great privilege these ravens got on that day. ആ ദിവസം ഈ കാക്കകൾക്ക് ലഭിച്ച പദവി എത്ര വലിയതാണെന്നൊന്ന് നോക്കിക്കേ. Serve a mighty man of God. ദൈവത്തിന് വേണ്ടി നിവരെ നിന്ന ശക്തനായ ഒരു ദൈവപുരുഷനെ പോഷിപ്പിക്കുവാനുള്ള ഒരു പദവി. To serve a man of God who is serving God. ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവപുരുഷനെ സേവിക്കാനുള്ള ഒരു പദവി. And another person we see over here is ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തി the widow at Zarephath. സരെഫാത്തിലെ വിധവയാണ്. Widows are neglected community in that generation. ആ തലമുറയിൽ അങ്ങേയറ്റം അവഗണിക്കപ്പെട്ട ഒരു കൂട്ടരായിരുന്നു വിധവമാരെന്ന് പറയുന്നത്. Nobody likes those people. കാരണം ആരും തന്നെ അവരെ കാണുന്നത് അത്ര സന്തോഷമുള്ള കാര്യമല്ല. മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരു കൂട്ടർ. That's why the Bible says Bible gives a instruction to the Christians that you have to take care of the widows. അതുകൊണ്ടാണ് തിരുവെഴുത്ത് ഭക്തിക്ക് പുതിയ നിർവചനം കൊടുത്തത്. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കണ്ട് അവരെ ശുശ്രൂഷിക്കണമെന്നത്. So widows were a forgotten community. അതുകൊണ്ട് തന്നെ വിധവമാർ എന്ന് പറയുന്നത് വിസ്മരിക്കപ്പെട്ട ഒരു കൂട്ടരായിരുന്നു. That was the only reason that the Holy Spirit reminded that you should not forget these people. You have to take care of these people. അതുകൊണ്ട് തന്നെയാണ് ദൈവാത്മാവ് വളരെ കൃത്യമായി ഇത്തരം ആളുകളെ നിങ്ങൾ വിസ്മരിക്കരുത്, അവരെ കരുതണമെന്ന് അച്ചട്ടായി സഭയോട് പറഞ്ഞത്. They don't have anything of their own. കാരണം അവർക്ക് തങ്ങളുടേതായി ഒന്നും തന്നെ ഇല്ലാത്ത കൂട്ടർ. Neglected people. മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടവർ. Unfortunate people. നിർഭാഗ്യം വേട്ടയാടപ്പെടുന്നവർ. They are unhonored. കാരണം ആരാലും മാനം ലഭിക്കാത്തൊരു കൂട്ടർ. And God is using a person like that to take care of his servant of God. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തന്റെ ആയുഷ്കാലം മുഴുവൻ സന്തോഷത്തോടെ ക്ഷേമത്തോടെ നടത്തേണ്ടതിന് വേണ്ടി ദൈവം തന്റെ പ്രവാചകനെ ഉപയോഗിച്ചു. You know the widow at Zarephath served her generation the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശത്തെ തന്റെ തലമുറയിൽ നിവർത്തിച്ചെടുത്ത വ്യക്തിയായിരുന്നു ആ വിധവ എന്ന് പറയുന്നത്. Prophet Elijah served the purpose of God in his generation. പ്രവാചകനായ ഏലിയാവ് തന്റെ തലമുറയിൽ ദൈവോദ്ദേശത്തെ നിവർത്തിച്ച വ്യക്തിയായിരുന്നു. The raven served the purpose of God in this generation. കാക്കകൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിവർത്തിച്ചെടുത്ത വ്യക്തികളായിരുന്നു. The widow at Zarephath served the purpose of God in her generation. സരെഫാത്തിലെ വിധവയും തന്റെ ആയുസ്സിൽ തന്റെ ജീവിതത്തിന്റെ മേലുള്ള ദൈവിക ഉദ്ദേശത്തെ നിവർത്തിച്ചെടുത്തവരായിരുന്നു. What about you? പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളോ? Are you serving the purpose of God in your life? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിവർത്തിച്ചെടുക്കാൻ പരിശ്രമിച്ചവരാണോ? Are you serving God the way that God wants you? ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരാണോ? Fourthly, you can see a person in this passage. ഈ ഒരു തിരുവെഴുത്തിൽ നിന്നും മറ്റൊരു വ്യക്തിയെ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. I haven't heard much people speak about him. ആ ഒരു വ്യക്തിയെ കുറിച്ച് അധികം ആളുകളൊന്നും അധികം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. I have heard people speaking about the raven, the widow and the prophet. പ്രവാചകനെ കുറിച്ചും കാക്കകളെ കുറിച്ചും വിധവയെ കുറിച്ചുമൊക്കെ വാദോരാതെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. But in the same passage you can see a man പക്ഷേ not much preached about. ഈ പറയുന്ന മൂന്ന് പേരെയും പ്രതിപാദിക്കുന്ന ആ ഭാഗത്ത് തന്നെ അധികമൊന്നും പറയാത്ത ഒരു വ്യക്തി ഒളിഞ്ഞു കിടപ്പുണ്ട്. 1 Kings chapter 18. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാമത്തെ അധ്യായം and verse 4. 4-ാമത്തെ വാക്യം. You can read about a man. അവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് കാണുന്നുണ്ട്. While Jezebel was killing of the Lord's prophets, Obadiah had taken 100 prophets and hidden them in 2 caves, 15 each, and had supplied them with food and water. ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഒബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന്
ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. Who is this man? ആരാണ് ഈ മനുഷ്യൻ? He is not the prophet Obadiah in the Bible. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒബദ്യ പ്രവാചകനുണ്ടല്ലോ, ആ വ്യക്തിയല്ല ഈ ഒബദ്യാവ്. This is another man. ഇത് വേറൊരു മനുഷ്യനാണ്. What is he doing? എന്തായിരുന്നു അദ്ദേഹം ചെയ്തത്? He had a secular job. വളരെ മാന്യമായൊരു ജോലി ഉണ്ടായിരുന്ന He വ്യക്തിയായിരുന്നു. was in charge of king's palace. രാജാവിന്റെ കൊട്ടാരത്തിൽ വളരെ മാന്യമായൊരു ജോലിയിൽ ഏർപ്പെട്ട വ്യക്തി. കൊട്ടാരത്തിന്റെ ചാർജ് അവനായിരുന്നു. He was in charge of the palace of King Ahab. അഹാബ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ പരിപാലകൻ, മേൽനോട്ടക്കാരനായിരുന്നു ഈ പറയുന്ന ഒബദ്യാവ്. Verse 3 says that. 3-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. You know, Obadiah was a devout believer and also in charge of the palace of Ahab. ആകയാൽ ആഹാബ് തന്റെ ഗ്രഹവിചാരകനായ ഒബദ്യാവെ ആളയച്ചു വരുത്തി. ഒബദ്യാവോ യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു. He had a very high position in that kingdom. ആ രാജ്യത്തിൽ ഒബദ്യാവിന് വളരെ വലിയ പ്രശസ്തമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. He was in charge of the palace of the king. രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ മേൽവിചാരകനായിരുന്നു. Let me tell you something, dear brother and dear sister. പ്രിയ സഹോദര സഹോദരി, ഒരു കാര്യം ഞാൻ പറയട്ടെ. God has a purpose in placing you in positions. നിന്നെ ഏതെങ്കിലും സ്ഥാനത്ത് അവരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. Now Obadiah is in charge of this palace. ഇപ്പോൾ ഇവിടെ ഇതാ ഈ മനുഷ്യൻ, ഒബദ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മേൽവിചാരകനാണ്. Very close to king. രാജാവുമായി ഏതു സമയത്തും ബന്ധപ്പെടാൻ കഴിയുന്ന അത്രയും സ്വാധീനമുള്ളവൻ. And also he was the one who was appointed by king to search the prophet to kill him. മാത്രമല്ല മറഞ്ഞിരിക്കുന്ന പ്രവാചകനെ കണ്ടെത്തി അവനെ കൊല്ലുവാനായി നിയോഗിച്ച ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു ഒബദ്യാവ്. So if you look into the life of this Obadiah, ഈ ഒബദ്യാവിന്റെ ജീവിതത്തെ കുറിച്ച് നാം കാണുമ്പോൾ he was serving God with his position and with the resources God gave him. ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിലുള്ള ദൈവിക ഉദ്ദേശത്തെ നിവർത്തിച്ചത് ദൈവം തനിക്ക് കൊടുത്ത സാമ്പത്തിക നന്മകളെ കൊണ്ടും വിഭവങ്ങളെ കൊണ്ടുമായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. With his position, what did he do? തനിക്കുള്ള ആ സ്ഥാനത്തെ കൊണ്ട് ഒബദ്യാവ് എന്താണ് ചെയ്തത്? He took 100 prophets and hid them in 2 different caves and provided them food and water all these days. ഈ മനുഷ്യൻ ചെയ്ത കാര്യം കേൾക്കണമോ നിങ്ങൾക്ക്? യഹോവയുടെ 100 പ്രവാചകന്മാരെ 50 പേരായി 2 ഗുഹകളിൽ ഒളിപ്പിച്ച് പാർപ്പിക്കുക മാത്രമല്ല, അവർക്ക് ആവശ്യമായ ആഹാരം കൊടുത്ത് അവരെ പുലർത്തിപ്പോന്നു. Okay, let's go a little bit further. കുറച്ചും കൂടി നമുക്കൊന്ന് മുന്നോട്ട് പോകാം. Ravens that more than one crow took care of one prophet. ഒരു പ്രവാചകനെ പോഷിപ്പിക്കുവാനായി ഒന്നിലധികം കാക്കകളെയാണ് ദൈവം വിട്ടത്. Then we come to the son of one widow taking care of the prophet. കുറച്ചുകൂടി മുൻപോട്ട് നമ്മൾ പോകുമ്പോൾ പ്രവാചകനെ പോഷിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം കരുതിയത് ഒരു വിധവയെയാണ്. And here comes God is using one man to take care of 100 prophets. ഇവിടെ ഇത് കുറച്ചും കൂടി മുൻപോട്ട് പോകുമ്പോൾ 100 ആളുകളെ കരുതുവാൻ ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിച്ചു. See, ravens, more than one raven is used to take care of one prophet. ഒരു പ്രവാചകനെ കരുതേണ്ടതിന് വേണ്ടി ദൈവം ഒന്നിലധികം കാക്കകളെ ഉപയോഗിച്ചു. One widow is used to take care of one prophet. ഒരു പ്രവാചകനെ പോഷിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം കണ്ടത് ഒരു വിധവയായിരുന്നു. Here one man is taking care of the 100 prophets. കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത തെളിഞ്ഞു വരുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് 100-ലധികം പേരെ ദൈവം പോഷിപ്പിച്ചു. Okay, this is the math I want to make here of it. ഇവിടെ ഞാൻ പറയുവാനും നിങ്ങൾക്ക് ബോധ്യം വരുവാനുമായി ഉപയോഗിച്ച ചെറിയ കണക്കാണിത്. You know, maybe a group of people can support one prophet. ഒരു പക്ഷേ ഒരു കൂട്ടം ആളുകൾക്ക് ഒരു പ്രവാചകനെ സഹായിക്കുവാൻ കഴിയും. Maybe one person can support a prophet. ഒരു വ്യക്തിക്ക് ഒരു പ്രവാചകനെ താങ്ങായി നിൽക്കുവാൻ കഴിയും. Or one person can support 100 many prophets. വേറൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് 100 കണക്കിന് പ്രവാചകന്മാരെ പോഷിപ്പിക്കുവാൻ കഴിയും. All based upon the resources God has given to you. ഇതെല്ലാം അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത് അവർക്ക് ദൈവം കൊടുക്കുന്ന അവരുടെ ശേഷിക്കനുസരിച്ചാണ്. You know, a lot of crows were need
needed to meet the need of one prophet. ഒരു പ്രവാചകന്റെ ആവശ്യത്തെ സന്ധിക്കേണ്ടതിന് വേണ്ടി ഒരുപാട് കാക്കകളെ ആവശ്യമുണ്ട്. Because there is a limit what a crow can carry and bring. കാരണം ഒരു കാക്കയ്ക്ക് കൊത്തിക്കൊണ്ടുവരാവുന്നതിന് ഒരു പരിധിയുണ്ട്. So God has to use a lot of ravens to feed him. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ നമ്മൾ കാക്കകളെ കൊണ്ട് ദൈവം പ്രവാചകനെ പോഷിപ്പിച്ചു എന്ന് വായിക്കുന്നത്. Now we come to the next section. One widow is taking care of one prophet. പക്ഷേ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വിധവയെ കൊണ്ട് ദൈവം ഒരു പ്രവാചകനെ പോഷിപ്പിച്ചു. In the third thing we see one man is using hundreds of prophets. അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം 100 പ്രവാചകന്മാരെ പോഷിപ്പിച്ചു. So it is all dependent upon the resources that God has given to you. ഇതെല്ലാം അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത് ഓരോരുത്തർക്കും ദൈവം കൊടുത്ത അവരുടെ വിഭവത്തിനും ശേഷിക്കും അനുസരിച്ചാണ്. How are you using your resources for the kingdom purpose? പ്രിയ സഹോദരി സഹോദരന്മാർ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ ശേഷിക്കനുസരിച്ച് വിഭവങ്ങൾക്കൊത്ത് എത്രത്തോളം നിങ്ങൾ ദൈവരാജ്യത്തെ ശുശ്രൂഷിച്ചു? Maybe as 4 or 5 people can come together and support a man of God. ഒരുപക്ഷെ 3-4 ആളുകൾക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് ഒരു ദൈവപുരുഷനെ സഹായിക്കാം. Maybe one person can support another man. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ സഹായിക്കാം. Maybe one person can support more than 10 or 100 people. ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് ഒന്നിലധികം അല്ലെങ്കിൽ 100ഓളം പേരെ വരെ സഹായിക്കാമെന്ന് തിരുവെഴുത്ത് പറയുന്നു. So my question is, എന്റെ ചോദ്യം എന്ന് പറയുന്നത്, are you serving the purpose of God in your life? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ ഉദ്ദേശത്തെ കൃത്യമായി നിറവേറ്റിയിട്ടുണ്ടോ? You may be a crow who can support with little. അല്പം കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന കാക്കയ്ക്ക് സമാനമായ വിഭവങ്ങളുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ. You may be a widow, only one you can support. ഒരു വ്യക്തിയെ പോഷിപ്പിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വിധവയ്ക്ക് സമാനമായ ജീവിത സാഹചര്യമായിരിക്കാം. Not much resources with you. നിനക്ക് എടുത്തു പറയുവാൻ അത്രയൊന്നും കാര്യങ്ങൾ കണ്ടില്ലേക്കാം. But you may be a man like Obadiah who can support hundreds of missionaries and hundreds of men of God. പക്ഷേ ഓബദ്യാവിനുള്ളതുപോലെ ശേഷികളെ കൊണ്ട് സമ്പന്നമായ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം വേദപുസ്തകം പറയുന്നു, 100ഓളം പ്രവാചകന്മാരെ, 100ഓളം ദൈവത്തിന്റെ വേലക്കാരെ നിങ്ങൾക്ക് പോഷിപ്പിക്കുവാനും നിലനിർത്തുവാനും കഴിയുമെന്ന്. Dear brothers and dear sisters, പ്രിയ സഹോദര സഹോദരി, the key factor is ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് serving the God. ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. With your life, നിന്റെ ജീവിതം കൊണ്ട്, with your resources, നിനക്ക് ദൈവം തന്ന വിഭവങ്ങളെ കൊണ്ട്, with your position, നിനക്ക് ദൈവം തന്ന സ്ഥാനമാനങ്ങളെ കൊണ്ട് serving the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിറപടിയായി നിവർത്തിച്ചെടുക്കുക. The resources may differ. ഒരുപക്ഷെ നിങ്ങളിലുള്ള ശേഷിക്ക് വിഭവങ്ങൾക്ക് വ്യത്യാസം കണ്ടേക്കാം. Everybody served the purpose of പക്ഷേ God. എല്ലാവരും തങ്ങളുടെ ആയുസ്സിൽ സേവിക്കുന്നത് വലിയവനായ ദൈവത്തെയാണ്. Everybody served the King of Kings. എല്ലാവരും സേവിക്കുന്നത് രാജാതിരാജാവിനെയാണ്. So this chapter reveals us, ഈ അധ്യായം നമ്മൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നത്, you are created to serve the purpose of God. നിങ്ങളെ ദൈവം മെനഞ്ഞെടുത്തിരിക്കുന്നത് ഈ ആയുസ്സിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിവർത്തിക്കേണ്ടതിന് You വേണ്ടിയിട്ടാണ്. are blessed to serve the purpose of God. ഇത്രത്തോളം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിന്റെ പുറകിൽ നിങ്ങൾ ദൈവരാജ്യത്തിന് അനുഗ്രഹമായിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. You are positioned to serve the purpose of God. ഇത്രയും വലിയൊരു സ്ഥാനത്ത് ദൈവം നിങ്ങളെ ഇരുത്തിയത് ദൈവരാജ്യത്തിന് നിങ്ങൾ ഒരു മുതൽക്കൂട്ടാകേണ്ടതിന് വേണ്ടിയിട്ടാണ്. Are you ignoring the needs of the kingdom? ദൈവരാജ്യത്തിന്റെ ആവശ്യങ്ങളുടെ നേരെ നിങ്ങൾ കണ്ണടയ്ക്കുന്നവരാണോ? Are you neglecting the needs of the kingdom? ദൈവരാജ്യത്തിന്റെ ആവശ്യങ്ങളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നവരാണോ? Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, you may be like a raven that you can give only little. ഒരു പക്ഷേ കാക്കയെ പോലെ അല്പം കൊണ്ടേ നിനക്ക് സഹായിക്കുവാൻ You പറ്റുകയുള്ളായിരിക്കാം. may be a widow with nothing more much to spare about. ഏറെയൊന്നും ശേഷിക്കുവാൻ വകയില്ലാത്ത ഒരു വിധവയ്ക്ക് തുല്യമായ സാമ്പത്തിക സാഹചര്യമായിരിക്കാം. Or you may be an Obadiah whom God has given a lot to help the kingdom of work. ഒരു പക്ഷേ 100 കണക്കിന് ആളുകളെ ഒരേ സമയം സഹായിക്കുവാനും നിലനിർത്തുവാനും പറ്റുന്ന തരത്തിൽ വിഭവ സമൃദ്ധമായ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങൾക്ക്. Are you using it for the kingdom of God? ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടോ? I just wanted to know the life of this Obadiah. ഈ ഒബദ്യാവിന്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ഞാൻ പറയുവാൻ You താല്പര്യപ്പെടുകയാണ്. know what is the meaning of his word? തന്റെ പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? The meaning of his name is ആ പേരിന്റെ ഒബദ്യാവ് എന്ന് പറയുന്ന ആ പേരിന്റെ അർത്ഥം servant of Lord.
കർത്താവിന്റെ ദാസൻ എന്നാണ്. That is the meaning of the meaning of that Hebrew name. എബ്രായ ഭാഷയിൽ ഒബദ്യാവ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം കർത്താവിന്റെ ദാസൻ എന്നാണ്. Maybe when he was born, താൻ ജനിച്ചിരുന്ന സമയത്ത് his parents put this name in a prophetic manner. ഒരു പക്ഷേ അല്പമൊന്ന് ദീർഘദർശിത്വത്തോടു കൂടെ തൻ്റെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞിനിട്ട പേരായിരുന്നിരിക്കാം ഇത്. You know, when the parents called this child as Obadiah, മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ നോക്കി ഒബദ്യാവേ എന്ന് വിളിക്കുമ്പോൾ they never knew that this child is going to help hundreds of servants of God in the future. അവർ ഒരിക്കലും ഒരു പക്ഷേ അറിഞ്ഞു കാണുകയില്ല, ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ മഹാപ്രതിസന്ധിയുടെ മധ്യത്തിൽ യഹോവയ്ക്ക് വേണ്ടി നിവരെ നിൽക്കുന്ന 100ഓളം പ്രവാചകന്മാരെ തങ്ങളുടെ കുഞ്ഞ് സഹായിക്കുമെന്ന് അവർ ഒരു പക്ഷേ നനച്ചിരിക്കാൻ സാധ്യതയില്ല. Parents never had any idea or any clue that this child is going to take care of 100 prophets in his lifetime. തങ്ങളുടെ ജീവിതകാലത്ത് തൻ്റെ ജീവകാലത്ത് 100ഓളം യഹോവയുടെ പ്രവാചകന്മാരെ ഒരു പോറല് പോലും ഏൽക്കാതെ പോഷിപ്പിക്കുവാൻ ഈ കുഞ്ഞിന് കഴിയുമെന്ന് ആ കുഞ്ഞിന് ജന്മം നൽകിയ മാതാപിതാക്കൾ ഒരു പക്ഷേ വിചാരിച്ചു കാണുകയില്ല. He not only served the purpose of God, ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നിവർത്തിക്കുക മാത്രമല്ല ഒബദ്യാവ് ചെയ്തത്, he served the purpose of his name also. തൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണോ അത് തൻ്റെ ജീവിതം കൊണ്ട് താൻ സാർത്ഥകമാക്കി. Hallelujah. ഹല്ലേലൂയ. This morning ഇന്ന് പകൽക്കാലം I want to challenge you. ഞാൻ സ്നേഹബുദ്ധിയ നിങ്ങളോ ആഹ്വാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, Find the purpose of your life. ജീവിതത്തിൻ്റെ ഉദ്ദേശം കണ്ടെത്തുക. Find out the purpose that behind God's blessings in your life. ജീവിതത്തിൽ ദൈവം വാരിക്കോരി തന്ന നന്മകളുടെ പുറകിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ തിരിച്ചറിയുക. Find out the purpose behind the position that he has placed you. ദൈവം നിങ്ങളെ ഇരുത്തി അവരോധിച്ച സ്ഥാനത്തിൻ്റെ പുറകിൽ ദൈവം ആഗ്രഹിക്കുന്ന ഉദ്ദേശം കൃത്യമായി തിരിച്ചറിയുക. Prophet served the purpose of God in his life. Prophet Elijah. തൻ്റെ ജീവകാലത്ത് പ്രവാചകനെ ഏലിയാവ് തൻ്റെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും സാധൂകരിച്ചു. The ravens served the purpose of God who allowed them to live in that generation. ആ തലമുറയിൽ ജീവിക്കുവാൻ ദൈവം അവസരം നൽകിയ കാക്കകളും തങ്ങളുടെ കൊച്ചായുസുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിന്മേലുള്ള ദൈവിക ഉദ്ദേശത്തെ നിവർത്തിച്ചെടുത്തു. The widow at Zarephath served the purpose of God in her life. തൻ്റെ ജീവകാലയളവിൽ സരഫാത്തിലെ വിധവയും തന്നോടുള്ള ദൈവത്തിൻ്റെ വിളിയെയും തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പുറകിലുള്ള ദൈവിക ഉദ്ദേശത്തെയും കൃത്യമായി നിവർത്തിച്ചെടുത്തു. Obadiah served the purpose of God, taking care of the prophets during this critical time. ആ വല്ലാത്ത കെട്ടകാലത്ത് സത്യവചനം വിളിച്ചു പറയുവാൻ പറ്റാത്തവണ്ണം വല്ലാത്ത ദുഷ്കരമായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ 100ഓളം വിശ്വസ്ത പ്രവാചകന്മാരെ സൂക്ഷിച്ച് പോഷിപ്പിച്ച് തൻ്റെ പേരിൻ്റെ അർത്ഥവും തൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തെയും നിറപടിയായി നിവർത്തിച്ചെടുത്ത വ്യക്തിയായിരുന്നു ഒബദ്യാവ്. What about you, dear brother and dear sister? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? Are you serving God and the purpose of God with your life? നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? ജീവിതം കൊണ്ട് ദൈവം തന്ന ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നവരുടെ ഗണത്തിലാണോ നിങ്ങൾ? The education, ദൈവം നിങ്ങൾക്ക് തന്ന വിദ്യാഭ്യാസം, the job, നിങ്ങൾക്ക് തന്ന ജോലി, the life, നിങ്ങൾക്ക് തന്ന ജീവിതം, the influence, നിങ്ങൾക്ക് തന്ന സ്വാധീനം, the position, സ്ഥാനങ്ങൾ, are you using it for the kingdom of God and serve the purpose of God? ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ ആദായത്തിനു വേണ്ടിയോ നിങ്ങളുടെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനു വേണ്ടിയോ അല്പമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? If not, ഇല്ല എങ്കിൽ this morning God is challenging you. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. Find the purpose of your call. നിങ്ങളുടെ വിളിയുടെ ഉദ്ദേശം ഇന്നത് എന്ന് തിരിച്ചറിയുക. Find the purpose of your life. നിങ്ങളുടെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുക. Shall we stand in the presence of God നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധാനം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? and examine our own life? നമ്മുടെ സ്വന്തം ജീവിതത്തെ നമ്മളൊന്ന് ശോധന ചെയ്താട്ടെ. Where did you invest all your money? എവിടെയാണ് നിങ്ങൾക്ക് ദൈവം തന്ന നന്മകളെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നത്? Where did you invest all the health that God has given you? ദൈവം നിങ്ങൾക്ക് തന്ന ആരോഗ്യത്തെ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? Where did you invest all the days of your life so far? ഇതുവരെയും ദൈവമായി സുദീർഘമാക്കി തന്നതിൻ്റെ ഇടയിൽ
എത്ര നാൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നടന്നു? Where did you invest all your influence? ദൈവം നിങ്ങൾക്ക് തന്ന സ്വാധീനം എപ്പോഴെങ്കിലും ദൈവരാജ്യത്തിന്റെ മേന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? Where did you invest all the resources that God has given to you? ദൈവം നിങ്ങൾക്ക് തന്ന വിഭവശേഷികളെ അല്പമെങ്കിലും ദൈവജനത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ടോ? This morning the Lord is calling you. ഇന്ന് പകൽക്കാലം നിങ്ങളെയാണ് ദൈവം വിളിക്കുന്നത്. Come and take my yoke and work for me. മുൻപോട്ട് കടന്നു വന്ന് എൻ്റെ നുകമേറ്റെടുത്ത് എന്നിൽ നിന്നും പഠിച്ച് എനിക്ക് വേണ്ടി സേവ ചെയ്യുവിൻ. If you have not committed your life to serve God and find the purpose of God, ഇതുവരെയും നിങ്ങളുടെ ജീവിതം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ you can commit yourself to Jesus. ഇന്ന് പകൽക്കാലം ഈ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ കൊച്ചു ജീവിതം ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് നിങ്ങൾക്ക് താഴ്ത്തി കൊടുക്കാം. Lord, I want to serve you. പ്രിയ കർത്താവേ, ഈ ആയുസ് കൊണ്ട് ഞാൻ അങ്ങയെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു. I want to serve you, Lord. കർത്താവേ, അങ്ങയെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു. If there is anybody who want to commit like that to serve God, ദൈവത്തെ സേവിക്കുവാനായി തങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, with your life, നിങ്ങളുടെ ജീവിതം കൊണ്ട്, with your resources, നിങ്ങളുടെ വിഭവങ്ങളെ കൊണ്ട്, with your education, നിങ്ങൾക്ക് ദൈവം തന്ന വിദ്യാഭ്യാസത്തെ കൊണ്ട്, with your influence, നിങ്ങൾക്ക് ദൈവം തന്ന സ്വാധീനത്തെ കൊണ്ട്, with the finances God gave you, ദൈവം നിങ്ങൾക്ക് തന്ന സാമ്പത്തിക സ്വാധീനത്തെ ഉപയോഗിച്ച്, Lord, I want to serve you. പ്രിയ കർത്താവേ, ഈ ആയുസ്സിൽ അങ്ങയെ സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If anybody wants to commit like that, അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? Lord, the rest of my days, കർത്താവേ, ശേഷിക്കുന്ന നാളുകളെല്ലാം I want to serve you and your kingdom. കർത്താവേ, അങ്ങയെയും അങ്ങയുടെ രാജ്യത്തെയും സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Up to this moment I ran after my needs. കർത്താവേ, ഈ ഒരു നിമിഷം വരെ ഞാൻ എൻ്റെ ആവശ്യങ്ങളുടെ പിറകെ പരക്കം പാഞ്ഞു. For my family was more important to me. ഈ ഒരു നിമിഷം വരെ എനിക്ക് സകലത്തിലും വലിയത് എൻ്റെ കുടുംബമായിരുന്നു. But this moment onwards, പക്ഷേ ഇന്ന് ഞാനൊരു കാര്യം തിരിച്ചറിയുന്നു. I will serve you. ഞാൻ അങ്ങയെ സേവിക്കും. I will serve you. ഞാൻ അങ്ങയെ സേവിക്കും till my last breath. എൻ്റെ അവസാന ശ്വാസം വരെ. I will serve the purpose of God in my life. എൻ്റെ ജീവിതത്തിന്മേലുള്ള അങ്ങയുടെ വിളിയുടെ ഉദ്ദേശം ഇന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ അതിനെ സാധിച്ചെടുക്കും. If you want to make a decision like that, അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ പ്രിയ സഹോദര സഹോദരി നീ മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ, and recommit your life to the purpose of God, ഒരിക്കൽ കൂടി ഇന്നലകളിൽ എപ്പോഴോ പ്രതിഷ്ഠിച്ച നിങ്ങളുടെ ആ പ്രതിഷ്ഠയെ പൊടി തട്ടിയെടുത്ത് വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുവാൻ നിങ്ങൾ മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ, will you raise your hands and pray to God? നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങളെ ഉയർത്തുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. We will together pray to God. നാം ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. Lord, പ്രിയ കർത്താവേ, I want to serve you. അങ്ങയെ സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Thank you for the life you have given to me. കർത്താവേ, പട്ടുപോകാതെ ഇതുവരെയും എന്നെ സൂക്ഷിച്ച് എന്നെ നിലനിർത്തിയ ഈ ജീവിതത്തിനായി സ്തോത്രം Thank ചെയ്യുന്നു. you for everything you have given to me. കർത്താവേ, എനിക്ക് ആവശ്യമായതെല്ലാം അങ്ങ് തന്നതിനായി സ്തോത്രം. I love you, Lord. പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. And till my last breath, എൻ്റെ അവസാന ശ്വാസം വരെ I will not turn back. ഒരിക്കലും ഞാൻ അങ്ങിൽ നിന്നും പുറംതിരിഞ്ഞ് നടക്കില്ല. I will serve you. ഞാൻ അങ്ങയെ പരമാർത്ഥതയോടെ സേവിക്കും. Loving Heavenly Father, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, thank you for being with us. ഞങ്ങളോട് കൂടെ ഇരുന്ന സ്നേഹത്തിനായി സ്തോത്രം. Thank you for ministering to us. കർത്താവേ, ഞങ്ങളെ ശുശ്രൂഷിച്ച വിധങ്ങൾക്കായി സ്തോത്രം. Thank you for challenging us to examine our call and our life. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്മേലുള്ള അങ്ങയുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഇന്നത് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ തട്ടി ഉണർത്തിയ സ്നേഹത്തിനായി സ്തോത്രം. Thank you for helping us to rededicate our life. കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. ആമേൻ, ആമേൻ.